മലപ്പുറം അരീക്കോട് തെരട്ടമ്പലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടം. പടക്കങ്ങൾ കാണികൾക്കിടയിലേക്ക് തെറിച്ചാണ് അപകടമുണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, എന്താണ് അവിടെ ഉണ്ടായത്? അമൃത, അരീക്കോട് തെരട്ടമ്മലാണ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടമുണ്ടായിരിക്കുന്നത്. സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരമായിരുന്നു. ഈ സമയത്ത് സ്റ്റേഡിയം നിറയെ ആളുകളുള്ള സമയം കൂടിയായിരുന്നു. ഇതിനിടയിലാണ് മുകളിൽ പോയി പൊട്ടാണ്ട് അല്ലെങ്കിൽ വർണ്ണം വിതരേണ്ട പടക്കം കാണികൾക്കിടയിലേക്ക് തെറിക്കുകയും കാണികൾക്കിടയിൽ വെച്ച് പൊട്ടുകയും ചെയ്യുന്ന നിലയുണ്ടായത്. ഈ സ്റ്റേഡിയത്തിൽ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും, നിരവധി ആളുകൾ തിങ്ങി ഇരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇത്. ഇതിനിടയിലാണ് കാണികൾക്കിടയിലേക്ക് പടക്കങ്ങൾ തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ഈ കാണികൾ ചിന്നിച്ചിതറി ഓടുന്നത് ദൃശ്യത്തിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പലർക്കും പൊള്ളലേറ്റിരിക്കുന്നത്. 20ഓളം പേർക്കെങ്കിലും കുറഞ്ഞത് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പലരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ നില ഗുരുതരമായ പരിക്കാണോ ഇവർക്ക് ഉള്ളത് ഷംസീർ? ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന പ്രകാരം ആളുകൾക്കിടയിൽ വെച്ചാണ്, കൃത്യമായി ആളുകൾക്കിടയിൽ വെച്ചാണ് ഈ പടക്കങ്ങൾ പൊട്ടുന്നത്. ഇത് മുകളിലേക്ക് പോയി പൊട്ടേണ്ട പടക്കം ആളുകൾക്കിടയിലേക്ക് തെറിക്കുകയായിരുന്നുവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മോട് പറയുന്നത്. അതായത് ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്ന സ്റ്റേഡിയത്തിൽ കൂട്ടം ഇരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഈ പടക്കങ്ങൾ തെറിക്കുകയും അവർക്കിടയിൽ വെച്ച് പൊട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഈ ഗ്രൗണ്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ പടക്കങ്ങൾ പൊട്ടുന്നതിനിടയിൽ ഒരു ഭാഗത്തുള്ള പടക്കങ്ങളാണ് ഈ തരത്തിൽ ആളുകൾക്കിടയിലേക്ക് ചെന്ന് പൊട്ടുന്ന അവസ്ഥയുണ്ടായത്. മത്സരം അവസാനിച്ച ശേഷമായിരുന്നോ ഇത്? വ്യക്തമായില്ല, ചോദ്യം വ്യക്തമായില്ല. ഈ മത്സരം അവസാനിച്ച ശേഷമായിരുന്നോ ഈ അപകടം ഉണ്ടായത്? അമൃത, മത്സരം അവസാനിച്ച ശേഷമല്ല, മത്സരത്തിന് തൊട്ട് മുൻപ്. അവിടെ സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരമാണ് ഇന്ന് തെരട്ടമ്മലിൽ നടന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ആളുകൾക്കിടയിലേക്ക് ഈ പടക്കങ്ങൾ തെറിക്കുകയും ശേഷം ആളുകൾക്കിടയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായത്. വലിയൊരു അപകടം ഒരു നിലയ്ക്ക് ഒഴിവായി എന്ന് നമുക്ക് പറയാം. കാരണം അത്രമേൽ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ചുരുങ്ങിയത് 20ഓളം പേർക്കെങ്കിലും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്, പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സമീപത്തെ 2 സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ ഈ സമയത്ത് മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് കുട്ടികളാണ് കൂടുതലായി, യുവാക്കളും കുട്ടികളുമാണ് കൂടുതലായി വരാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. യുവാക്കളും കുട്ടികളുമായിരുന്നു സ്റ്റേഡിയത്തിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. ഇവർക്കിടയിലേക്കാണ് ഈ പടക്കങ്ങൾ തെറിക്കുകയും പിന്നീട് പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. ഇതിൽ പരിക്കേറ്റവരിൽ കൂടുതൽ കുട്ടികളാണ് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്ന ആശ്വാസകരമായ വാർത്തയും ഈ സമയത്ത് പങ്കുവെക്കേണ്ടതുണ്ട്. ഏതായാലും മത്സരം തുടങ്ങുന്നതിന് മുൻപാണ് ഈ തരത്തിലൊരു വലിയ അപകടം അരീക്കോട് തെരട്ടമ്മൽ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ ആംബുലൻസ് എത്തിയാണ് ഈ പരിക്കേറ്റവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പരിക്കേറ്റവരിൽ കൂടുതൽ കുട്ടികളാണെങ്കിലും ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാത്രി 8:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വെടിക്കെട്ടുകളൊക്കെ ഈ മത്സരങ്ങൾക്ക് മുൻപായി ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ തരത്തിലൊരു അപകടം ഉണ്ടായി കേൾക്കാറുള്ളത് ആളുകൾക്കിടയിലേക്ക് തന്നെ, കൃത്യമായ ആളുകൾക്കിടയിലേക്ക് പടക്കങ്ങൾ തെറിക്കുകയും അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അമൃത. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.